തിരുവനന്തപുരത്തെ ഭർത്തൃ വീട്ടിലെ പീഡനത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്ത ഷഹനയുടെ മൃതദേഹവുമായി അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫീസിന് മുന്നിൽ ബന്ധുക്കൾ പ്രതിഷേധിച്ചു. ഷഹനയ്ക്ക് ഭർത്തൃ വീട്ടിലുണ്ടായ പീഡനങ്ങൾ പോലീസിന് മൊഴി നൽകിയിട്ടും അറസ്റ്റ് നടപടികളിലേക്ക് കടക്കാത്തതിനാലാണ് പ്രതിഷേധം. അതേസമയം അന്വേഷണം പുരോഗമിക്കുകയാണെന്നും ആത്മഹത്യയുടെ കാരണം കണ്ടെത്തുമെന്നും പോലീസ് ബന്ധുക്കൾക്ക് ഉറപ്പു നൽകി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹവുമായി ബന്ധുക്കൾ നേരെ എത്തിയത് തിരുവനന്തപുരം ഫോർട്ട് പോലീസ് സ്റ്റേഷന് മുന്നിലാണ്. ആംബുലൻസ് പോലീസ് സ്റ്റേഷന് മുന്നിൽ നിർത്തിയതിനു ശേഷം ഷഹനയുടെ അമ്മ പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധമിരുന്നു. മരണപ്പെട്ട ഷഹന ഭർത്തൃ വീട്ടിൽ പീഡനം അനുഭവിച്ചതായി മൊഴി നൽകിയിട്ടും ഭർത്തൃമാതാവിനെയും ഭർത്താവ് നൌഷാദിനെയും പ്രതി ചേർക്കാത്തതിലായിരുന്നു ബന്ധുക്കളുടെ പ്രതിഷേധം. മൊത്തത്തില് നമുക്കറിയാം ഏറ്റവും കൂടുതൽ കഴിഞ്ഞ 2 വർഷങ്ങളായി ആ കുട്ടിയുടെ മദറിനുമായും അമ്മാവിയും അതുപോലെ തന്നെ ഭർത്താവിന്റെ ഭാഗത്തു നിന്നുള്ള പീഡനങ്ങളുടെ അവസാനമാണ് ഇന്നലെ സംഭവിച്ചത്. സഹിക്കാൻ വയ്യാതെയാണ് ഇന്നലെ ആ കുട്ടി സൂയിസൈഡിന് കമ്മിറ്റ് ചെയ്തത്. അപ്പോൾ ഇത് ശരിക്കും ഇതിന്റെ പിന്നിൽ സംഭവിച്ച എല്ലാ വിഷയങ്ങളും പുറത്തു കൊണ്ടുവരിക, അതോടൊപ്പം തന്നെ പ്രതികളെ എത്രയും പെട്ടെന്ന് നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് മാതൃകാപരമായ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ളതിന് വേണ്ടിയാണ് അവിടുത്തെ നാട്ടിലെ ജനങ്ങളും ജമാഅത്തും എല്ലാം ഒരുമിച്ച് നിന്ന് ഈ വിഷയത്തിൽ എത്തിയിരിക്കുന്നത്. പോലീസ് സ്റ്റേഷനകത്തേക്ക് തള്ളിക്കയറാൻ ശ്രമിക്കവേ പോലീസും ഷഹനയുടെ ബന്ധുക്കളും തമ്മിൽ വാക്കുതർക്കമുണ്ടായി. ഷഹനയുടെ ഭർത്താവിനെതിരെയും ഭർത്തൃമാതാവിനെതിരെയും അന്വേഷണം നടക്കുകയാണെന്നും കൂടുതൽ തെളിവുകൾ ലഭിക്കുകയാണെങ്കിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുമെന്നും പോലീസും ബന്ധുക്കൾക്ക് ഉറപ്പു നൽകി. ഇതിനുശേഷമാണ് പ്രതിഷേധം അവസാനിപ്പിച്ച് ബന്ധുക്കൾ മൃതദേഹവുമായി മടങ്ങിയത്. ജനം, തിരുവനന്തപുരം.